തയ്യാറാക്കുന്ന വിധം: ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആവി 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 6 കുഞ്ഞുള്ളി ചതച്ചതും 2 പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് 1 കഷ്ണം പുളി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആ വെള്ളം കൂടി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ തിരുവിയത് കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ട് പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക.